ഹലോ ഓൾ, ക്ലാസ് 10 CBSE ബോർഡ് എക്സാം റിസൾട്ട് ഇതാ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും അതിഗംഭീരമായ മാർക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് 10-നകത്ത് നമുക്ക് മാത്തമാറ്റിക്സ് രണ്ട് വിഭാഗമായിട്ട് വരുന്നുണ്ട്. ഒന്ന് ബേസിക് മാത്സ്, മറ്റൊന്ന് സ്റ്റാൻഡേർഡ് മാത്സ്. ബേസിക് മാത്സ് ഒരു വിദ്യാർത്ഥിക്ക് ക്ലാസ് 11-ലും 12-ലും മാത്തമാറ്റിക്സ് പഠിക്കാൻ വേണ്ടി സാധിക്കില്ല. ആയതിനാൽ ലോകത്തിലെ ഏറ്റവും അധികം പേർ ജോലി ചെയ്യുന്ന ഒരു മേഖലയായിട്ടുള്ള എഞ്ചിനീയറിംഗ് നമുക്ക് എന്താണ് ചൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. നിങ്ങളുടെ 15-ാം വയസ്സിൽ ആ ഒരു പ്രൊഫഷൻ നിങ്ങൾക്ക് വേണ്ട എന്ന് വെക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ക്ലാസ് 10-നകത്ത് നമ്മൾ ബേസിക് മാത്സോ സ്റ്റാൻഡേർഡ് മാത്സോ എടുത്ത വിദ്യാർത്ഥികൾക്ക് ക്ലാസ് 11-ലും 12-ലും മാത്തമാറ്റിക്സ് പഠിക്കാൻ ഒരു അവസരം ലഭിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഏതൊരു ഓപ്ഷനും ചൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, സൈക്കോളജി മുതലുള്ള ഏത് വിഷയവും നിങ്ങൾക്ക് എന്താണ് ക്ലാസ് 11-ലും 12-ലും പഠിക്കാൻ വേണ്ടി സാധിക്കും. വിച്ച് മീൻസ് നിങ്ങൾക്ക് ഒരു ബാരിയറും കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നില്ല. സോ നിങ്ങൾക്ക് ഏറ്റവും അധികം പേർ ജോലി ചെയ്യുന്ന ഏറ്റവും ഗംഭീരമായ പ്രൊഫഷണൽ ആയിട്ടുള്ള എഞ്ചിനീയറിംഗിന്റെ വാതിൽ ഇപ്പോഴും അടഞ്ഞിട്ടില്ല, തുറന്നു തന്നെ കിടക്കുന്നുണ്ട്. എല്ലാവർക്കും അതിലേക്ക് കടന്നു ചെല്ലാവുന്നതാണ്. എനിക്കൊരു സജഷൻ ഉണ്ട്. +2-ന് ശേഷം ഒരുപാട് പേരുടെ സ്വപ്നമായിരിക്കും നീറ്റ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യണം, നീറ്റിനകത്ത് ക്രാക്ക് ചെയ്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഗംഭീരമായ മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കണമെന്ന്. ആരും തന്നെ എന്താണ് അതിനകത്ത് മാത്സ് ചൂസ് ചെയ്യുന്നില്ല. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, CA കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന കോഴ്സാണ് പൊതുവെ എല്ലാ വിദ്യാർത്ഥികളും നീറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി CBSE-ക്കകത്ത് എടുക്കുന്നത്. അവരോടാണ് എനിക്ക് ഇനി പറയാനുള്ളത്. ടോപ്പേഴ്സോട് നമ്മൾ നിരന്തരമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു വിഷയമുണ്ട്, മറ്റൊന്നുമല്ല മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട്. അതാണ് അവരെ ടോപ്പറാക്കി മാറ്റിയത്. മാത്സ് നല്ലോണം അറിയാം, നല്ലോണം മാത്സ് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി സാധിച്ചു. സോ ഞാൻ ടോപ്പറായിട്ട് മാറി. ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളെല്ലാവരോടും പറയാനുള്ളത്. സോ നീറ്റ് ലക്ഷ്യമിക്കുന്ന എല്ലാ മക്കളും മാത്തമാറ്റിക്സ് ഉൾപ്പെടുന്ന സ്ട്രീം ചൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. മക്കളെ, നമുക്ക് ഒന്നിച്ച് പഠിക്കാം. നിങ്ങൾക്ക് എക്കാലവും സപ്പോർട്ടായിട്ട് ഞങ്ങൾ എക്കാലവും ഉണ്ടാകും. സോ സീ യു ഓൾ, ബൈ, ആൻഡ് എല്ലാവർക്കും നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിലേക്ക് ഒരു ഓൾ ദി ബെസ്റ്റ്.